നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിനിൽ കൊണ്ടുപോയി വരികയാണോ? അല്ല ഇവിടുന്ന് നേരത്തെ വാങ്ങി വെച്ചതാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ അവർ ചെയ്യുന്നതാണല്ലേ. അപ്പം ഇത് ചെണ്ടുമല്ലി, പിന്നെ ഇത് വെണ്ടയ്ക്കൊക്കെ നിങ്ങൾ നട്ട് പിടിപ്പിച്ചതാണോ? അഭിനന്ദിക്കുന്നു. സമയം പോകാനായിട്ടൊക്കെ അല്ലേ. പച്ചക്കറിക്ക് ഇവിടെ തന്നെ പാചകവും ഉണ്ടോ റെയിൽവേയിൽ? ഇവിടെ പച്ചക്കറി പാചകമൊക്കെ ഉണ്ടോ? ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ നമുക്ക് പാചകത്തിനൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. റെയിൽവേ പറയുന്നതനുസരിക്കാതൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. ഓക്കെ. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാനാണോ അതൊക്കെ? ജൈവ രീതിക്ക് അതൊക്കെ ഉണ്ടാക്കുന്നത്? അല്ല, ജൈവ രീതിക്ക് അതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുവരെ ഒന്നുമില്ല, വെറുതെ കിടന്നാണ്. ഞങ്ങളൊരു വന്നപ്പോൾ മഴ വന്നപ്പോൾ വെള്ളം ആ മഴ സമയത്ത് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണല്ലേ ഇവിടെ. അപ്പോൾ നമ്മൾ വെള്ളം കോരി വേണം ഇവിടെ കൊണ്ടുവരാൻ അല്ലേ. അപ്പോൾ ചേട്ടൻ്റെ പേര് സുനോജ്. അപ്പോൾ സുനോജ് സാർ ഇവിടെ എത്ര കാലങ്ങളായി ഇതിൽ വർക്ക് ചെയ്യുന്നു? ഒരു 8 മാസമായി. ഇതിന് തൈയൊക്കെ ഈ കുറ്റിപ്പാടം ഫാമിൽ ആലത്തൂര് മറ്റേ നമ്മുടെ തൃപ്പളൂര് അവിടെ നിന്ന് VK എന്തോ പറഞ്ഞിട്ടില്ല, കുക്കിണ്ടി മുക്ക് അവിടെ അത് ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചതാ. പക്ഷെ ചിലപ്പോൾ നമ്മൾ രോഗാണുക്കളൊക്കെ വരുന്ന പോലെ ഉണ്ട് ഇതിലൊക്കെ ഈ വെണ്ടയ്ക്ക്. നേരത്തെ മണ്ണുണ്ട്. ഞങ്ങൾ മറ്റേ ഒരു ചാഴിപ്പൊടി പറയുന്നതല്ലേ, അത് പക്ഷെ അതല്ല, നമ്മൾ അത് മണ്ണിൽ ചേർത്തുകയാണ്. അത് ഫസ്റ്റ് ഒന്നുമാണ്. വെള്ളപ്പൊടിയുണ്ട്, ആ ഒരു വെള്ളപ്പൊടി നമ്മളെ മണ്ണിൽ കലക്കിയിട്ട് ഫസ്റ്റ് ഇടണം. അപ്പോൾ വേരിപ്പുഴു വരാതിരിക്കാൻ എന്നുമാണ് അത്. പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞത് എക്സ് സർവീസ്മാനാണ്. ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ ആർമി മെഡിക്കൽ കോറിലായിട്ട് അവിടുന്ന് അത് ഒഴിവായിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എക്സ് സർവീസ്മാനാണ് അത് വരുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു കോട്ടയുണ്ടോ റെയിൽവേയിൽ? അല്ല, ഇപ്പോൾ വന്നതാണ് കോട്ട ഇത് കോൺട്രാക്ട് വൈസിൽ തന്നെയാണ്. എങ്കിലും ലേഡീസിനെക്കാളും നല്ല പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓക്കെ, ശരി. ഇതിങ്ങനെ ക്ലോസ് ഓപ്പൺ അങ്ങനത്തെ മെഷീൻസ് ആണ് അല്ലേ? ശരി. സാർ ആരാണെന്ന്